ഹായ് എവ്രി വൺ, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ ഫീഫിയിലാണ്. അപ്പം ഫീഫിയിലെ രാവിലത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാനാണ്. ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാനെന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഇവിടെ ആൾക്കാർ വന്നിട്ട് ഇവിടുത്തെ മായ ബേ ഫീഫി ഐലൻഡ് ഇതൊക്കെ ഞങ്ങൾ ലാസ്റ്റ് ടൈം ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. പക്ഷേ അല്ലാതെ നിങ്ങൾ ഈ ഫീഫിയിൽ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ നേരങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ ടൈംസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ താമസിക്കുന്ന വില്ല. അപ്പം ഫിഫി ബാനിയൻ വില്ല. ഇതിന്ന് ഡയറക്റ്റ് നോക്കിയാൽ കടയിലാണ് കേട്ടോ കാണുന്നത്. പിന്നെ വഴിയോരങ്ങളിലെല്ലാം നിറയെ ഷോപ്സും. ഇന്നലത്തെ ചില വീഡിയോസിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിൽ ഇങ്ങനെ നടന്നതൊക്കെ. ഞങ്ങൾ ഈവനിങ്ങിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് വീഡിയോ ആണ്. ഫിഫിയിലെ നൈറ്റ് ലൈഫും പാർട്ടി ലൈഫും ഒക്കെ. ഇത് രാവിലത്തെ വീഡിയോ വിശേഷങ്ങളും കണ്ടില്ല. ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ രാവിലെ ഏകദേശം 10:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇതൊരു ഓപ്പൺ ആയിട്ടില്ല. ഇതൊന്ന് ഓപ്പൺ ആയിട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഏകദേശം ഒരു 12 മണിയാവും. അപ്പോഴാണ് ആൾക്കാരൊക്കെ വരുന്നത്, ഈ ടൂർ കമ്പനി വഴിയൊക്കെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം ഇന്നലെ വന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അല്ലേ. ഷോപ്പിങ്ങിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഏതൊരു ഫെറി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഇന്നലെ വന്ന സ്ഥലം ഇത്. അതെ, ആ സ്ഥലം കണ്ടോ? നമ്മൾ അന്ന് വന്നിറങ്ങിയതും ഫുഡ് കഴിച്ചതൊക്കെ അവിടെ അല്ലേ. ഞങ്ങളങ്ങനെ പിന്നെ എന്തോ 1 ഡേ ട്രിപ്പായിട്ട് വരുമ്പോൾ വേണ്ട അവിടെ അവർ കൊണ്ടിറക്കുക കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കണം. നമ്മൾ മോസ്റ്റ്ലി 1 ഡേ ട്രിപ്പൊക്കെ വരുമ്പം ഇവിടം വരെയൊക്കെ വരത്തുള്ളൂ. ഇപ്പോൾ ആദ്യം ഇവിടം വരെയൊക്കെ വരത്തുള്ളൂ. ഉള്ളിലോട്ടൊന്നും പോകത്തില്ല. ഉള്ളിലോട്ടൊക്കെ നല്ല കുറേ സ്ഥലങ്ങളുണ്ട്, ഷോപ്സും ചെറിയ ചെറിയ കടകളൊക്കെ. ഇവിടെ താമസിക്കുന്നതെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോയാൽ മതി, അല്ലാതൊന്നും സെൻസ് അല്ല. അതിന് കാശ് കൊടുക്കണം. അതിനകത്തോട്ടേക്ക് കയറുമ്പോൾ എത്രയാ? 20 ബാട്ട്. ഒരാൾക്ക് 20 ബാട്ട് വെച്ച് കൊടുക്കുകയും വേണം. പക്ഷെ ബോട്ടിന് അത്രയും സമയം കാണത്തില്ല. ബോട്ട് ഇവിടെ വരുമ്പോൾ 1 മണിക്കൂറേ വരത്തുള്ളൂ. ആ 1 മണിക്കൂറിനകത്ത് നിങ്ങളുടെ മോസ്റ്റ്ലി ഒരു 10-20 മിനിറ്റ്സ് കഴിക്കാൻ തന്നെ പോകും. പിന്നെ ബാക്കിയുള്ള സമയം നിങ്ങൾ ഒന്നി പെട്ടെന്ന് പോയിട്ട് വരണം, തിരിച്ചും വരണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ്സ് വല്ലതും കാണത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സ്ഥലത്ത് സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റില്ല അല്ലേ? പറ്റും. ഈ കളർ വെള്ളത്തിൽ പറ്റും. നമ്മൾ വൈകുന്നേരം വരുമ്പം അവിടോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇവിടെയും വരാൻ പറ്റും വൈകിട്ട് സ്നോർക്കലിംഗ്. നമ്മൾ ഇത്രയും ദൂരം വരെ വന്നിരുന്നില്ല. ഇതിലൊന്നും വന്നിട്ടില്ല. നമ്മൾ ഈ ബിൽഡിംഗ് അങ്ങനെ കണ്ടിരുന്നു, പക്ഷെ നമ്മൾ അങ്ങോട്ട് നടന്നിരുന്നു. ഇവിടെ നിങ്ങൾക്ക് സ്വിമ്മൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ സ്വിമ്മിങ്ങും സ്നോർക്കലിങ്ങും ഒക്കെ സ്പോട്ടുണ്ട്. സ്നോർക്കലിംഗ് ഒരു ചെറിയ രീതിയിൽ സ്നോർക്കലിംഗ് ചെയ്യാം. സ്വിമ്മിങ് സ്പോട്ടുണ്ട്. കടലിലൊക്കെ നീന്തുന്നവർക്ക് പോയി നീന്താൻ വേണ്ടിയിട്ട്. സ്നോർക്കൽ ചെയ്യാൻ വരുന്നവരെല്ലാം ഇങ്ങനെ ഈ പ്രൊട്ടക്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണ്ടേ സ്നോർക്കൽ ചെയ്യാൻ? അപ്പുറത്തൊന്നും പോരുത്. അത് ഓരോ ഇതിൻ്റെയും ഓരോരുത്തരുടെയാണ്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഇതൊരു സ്പോട്ടുണ്ട്, അതിന് അസോസിയേറ്റഡ് സ്പോട്ട് ഇച്ചിരി ഒരു സ്റ്റെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ. നമുക്കത് വേണ്ടെങ്കിലോ ഈ സ്ഥലത്ത് നമുക്ക് ചെയ്യണം. പക്ഷെ ചെയർ വേണ്ട, ചെയറൊന്നും വേണ്ട. നമുക്ക് ഈ മലയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇതിന് ചുറ്റിപ്പറ്റിട്ടുള്ള ഈ കടലിന്റെ ഈ കളറും. 1 mango plus passion fruit without ice. Mango plus passion fruit juice without no ice. No have. With ice only or no? I have. With ice. With ice only. കുടിക്കാം. Okay. 1 mango plus passion fruit. എന്തിനാട്ടോ ഇത് വാങ്ങിക്കുന്നത്? ഏതാ? മാംഗോ പ്ലസ് പാഷൻ ഫ്രൂട്ട്. കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് മാള് വന്നപ്പം ഇതായിരുന്നു കുടിച്ചോണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ നൊസ്റ്റ് ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്. ക്രാബി ആയിട്ടും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇത് എൻ്റെ ഫേവറേറ്റ് അല്ല, മാളുവിൻ്റെ ഫേവറേറ്റ് ആണ്. എന്നാലും നമുക്ക് കുടിച്ചിട്ട് പറയാം.
കൊള്ളാമോ? നമുക്ക് ഇഷ്ടമുള്ള ആളോട് തന്നെ ചോദിക്കാം. ഇത് ഭയങ്കര തണുപ്പാണ്. എന്നാലും എനിക്ക് ആ ഫുക്കറ്റിലെ ടേസ്റ്റ് വന്നോന്ന് അറിയില്ല, പക്ഷെ കൊള്ളാം. ഫസ്റ്റ് ഡ്രിങ്ക് നമുക്ക് ഫുക്കറ്റ് പട്ടാങ്ങ വാങ്ങിക്കാം. മാലിൻ പ്ലാസ. പാഡിൽ ബോർഡ്, കയാക്ക് ഫോർ റെന്റ്. ഇവിടെ നിങ്ങൾക്ക് പാഡിൽ ബോർഡും കയാക്കും ഒക്കെ ഉണ്ട് റെന്റിന്. ഓൾമോസ്റ്റ് എൻഡിൽ വരെ നമ്മൾ വന്നു. ഇനിയിപ്പോൾ ഇച്ചിരി ഉള്ളൂ. അവിടെ പോയിട്ടിരിക്കേട്ടാ. എവിടെ? നമുക്ക് അകത്തൂടെ പോകാൻ പറ്റില്ലേ? അകത്തൂടെ തന്നെ വണ്ടി ട്രിപ്പ് വരുവാണെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ബോട്ട് ഇങ്ങനെ ആയിരിക്കും വരാറ് ഫീഫിയില്. ഇത് കുറച്ച് വലിയ ബോട്ടാണ് കേട്ടോ. ആ തൊട്ടപ്പുറത്ത് കണ്ടോ സമ്മാനോ എന്തത്, സൺമാനോ, അത് അപ്പുറത്ത് ആ ബോട്ടിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഇത് ഇച്ചിരി വലിയ ബോട്ട്. ഇത് കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ഇറങ്ങി നിങ്ങൾ ഫുഡ് കഴിക്കാൻ വിടും. മിക്കവാറും ഈ ഹോട്ടലിലായിരിക്കും വരുന്നത്. ഇവർക്ക് ടൈപ്പ് ഉണ്ടാവും ഏത് ഹോട്ടലാന്ന് വെച്ചാൽ. അവിടെ വന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് 1 മണിക്കൂർ ഉണ്ടാവും ടൈം. 1 മണിക്കൂർ കഴിയുമ്പോൾ അവർ വീണ്ടും ബോട്ട് എടുക്കുമ്പോൾ എല്ലാവരും ചാടി കയറുക ബോട്ടിലോട്ട്. അവരടുത്ത സ്പോട്ടിലോട്ട് കൊണ്ടുപോകും. നമ്മളിപ്പോൾ പറയായിരുന്നേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഈ ഐലൻഡ് ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. ഇപ്രാവശ്യം നമുക്ക് ഇതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരു സൈഡ് കടൽ, മറ്റേ സൈഡ് കുന്ന്, എൻ്റെ അടുത്ത് കുറേ കടകൾ. നല്ല രസമുണ്ട്. ഒരു നല്ല വെയിലില്ലാത്ത സമയമാണെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കഴിക്കാൻ കയറിയത്. ഇവിടെയാ കഴിക്കാൻ കയറിയത്. ഇവിടെ ഇല്ലേ വലിയ ബോർഡായിരുന്നു, ഇപ്പം അത് മാറ്റിയതാ. നമ്മൾ വേണ്ട അവിടെയൊക്കെ ഇരുന്ന് കഴിച്ചേ. ഈ സൈഡെല്ലാം ഇങ്ങനത്തെ കടകളാണ്. മോസ്റ്റ്ലി ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ, ടൂറിനൊക്കെ വരുമ്പം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ബോട്ട് വന്നു. നമ്മൾ ഇതുപോലത്തെ ബോട്ടിനകത്താണ് വന്നത് അല്ലേ? ഇച്ചിരി കൂടെ വലുതായിരുന്നു നമ്മുടെ. കുറച്ചും കൂടി ആൾക്കാർക്ക് അതുപോലത്തെ ആയിരുന്നു നമ്മുടെ. 1 അല്ല 3 എഞ്ചിനായിരുന്നു. അതുപോലത്തെ ആയിരുന്നു നമ്മുടെ. 3 എഞ്ചിൻ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഒന്നി ഫൂക്കേത്തിന്നോ ക്രാബിന്നോ എന്ന ആൾക്കാരാണ്. ഞങ്ങൾ അങ്ങനെ കടലിൽ നീന്തിക്കൊണ്ടിരിക്കുക ഫീഫിയിൽ. സ്നോർക്കലിങ്ങിന് എക്വിപ്മെൻറ്റ് വാങ്ങിച്ചാൽ നമ്മുടെ ഓൺ ഇതുണ്ടായിരുന്നു, സ്വിമ്മിങ് ഗോഗിൾസ് ഉണ്ടായിരുന്നു. ഇവിടെ അത്ര മീനോട്ടും കിട്ടുന്നില്ല, പക്ഷേ എന്നാലും ആ കടലിൽ നീന്തുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. കടലിൽ നീന്തി, 2 പേരും കടലിൽ നീന്തി. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അല്ലേ? ആയിരുന്നു. ഞാനാണെങ്കിലും ഫുൾ കവറിലാണ് കേട്ടോ. കൈ തൊട്ട് കാല് വരെ, മുഖത്ത് മൊത്തം സൺസ്ക്രീൻ പൂശിയിട്ടായിരിക്കുന്നത്. കറുത്തു പോകുന്നത് പേടിയാവുന്നത് അത്രേ ഉള്ളൂ. പക്ഷെ ഒരു വേറെ തന്നെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന മാതിരി അല്ല കടലിൽ നീന്തുന്നത്. അതൊരു വേറെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് ആദ്യമായിട്ട് അത് മനസ്സിലാക്കിയത്. പക്ഷെ നീന്തി കഴിഞ്ഞു. ഇപ്പം ഇതാണ് ഫീഫിയ ഞങ്ങളെ ലാസ്റ്റ് ആക്ടിവിറ്റി ഇവിടുത്തെ. അല്ല, ഇനിയിപ്പം വേറെ ചിലതൊക്കെ വരാൻ കിടപ്പുന്നുണ്ട്, പക്ഷേ ഇപ്പം ലാസ്റ്റ് ആക്ടിവിറ്റി ഇതാണ്.
ഉണ്ടല്ലോ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡ്രസ്സ് മാറിയിട്ട് ഇവിടെ നല്ലൊരു സൺസെറ്റ് സ്പോട്ട് ഉണ്ട്. സൺസെറ്റ് ആയിട്ടില്ല, ആ സൺസെറ്റിൻ്റെ സമയത്ത് ഇവിടുത്തെ സ്കൈൻ്റെ കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് കാണും. അപ്പോൾ അത് കാണാൻ വേണ്ടി ഓടിച്ചാടി വന്നതാണ്. നല്ലൊരു സൺസെറ്റ് ഇല്ല, പക്ഷെ എന്നാലും അല്ലേ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്കൈ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. We've been driving around, singing songs way too loud because we wanna. Picking up all our friends, fill up the car till it bends because we wanna. Yeah, we just wanna have fun. The trunk's full of wine. We're gonna stay up, have the time of our lives. The night is. അപ്പം ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ തായ്ലൻഡ് സീരീസ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.